നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ നിമിഷം മുതൽ നീ എന്റെ മകളാ. രഘുവേട്ടന്റെ ലീവ് ശരിയായാൽ ഉടൻ തന്നെ വരും. പെട്ടെന്ന് തന്നെ നിശ്ചയം നടത്തണം. ഇനി എനിക്ക് ഒരുപാട് കാത്തിരിക്കാൻ വയ്യ. എന്തെങ്കിലും ഒന്ന് പറയൂ സദാനന്ദേട്ടാ. എല്ലാം ദൈവത്തിന്റെ നിശ്ചയാന്ന് ഞാൻ കരുതുന്നത്. പുണ്യം ചെയ്തിട്ടുണ്ട് എന്റെ മോള്. അയ്യ സന്തോഷം താനേ. എന്താ ഇവന്റെ ഒരു കാര്യം, സന്തോഷം വന്ന അപ്പ ബഹളം ഉണ്ടാകും. ഈ തമിഴ്നാട്ടുകാരൊക്കെ ഇങ്ങനെയാണോ? നാളെ എന്റെ വീട്ടിലൊരു സർപ്പക്കളം നടക്കുന്നുണ്ട്. സുജാതയ്ക്കും കുടുംബത്തിനും ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിൽ പങ്കെടുക്കാം. ഇവരൊക്കെ അവിടെ ഉണ്ടാവും. ഒരു സർപ്പദോഷത്തിന്റെ കാര്യം സംസാരിച്ചപ്പോ ക്ഷേത്രത്തിലെ തിരുമേനി എന്നോട് പറഞ്ഞിരുന്നു സർപ്പക്കളത്തിന്റെ കാര്യം. നാളെയല്ലേ? അതെ. ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. വരാൻ പറ്റും. ഞാനിതുവരെ സർപ്പക്കളം കണ്ടിട്ടില്ല. അത് കാണാനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് മാത്രമല്ല, സർപ്പദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർന്നില്ലെങ്കിൽ അമ്മ പിന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. മനസ്സിലായി. ഇത് ദോഷം തീർക്കാനുള്ള മാർഗമൊന്നും അല്ല. നിത്യ അവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ പെട്ടെന്നെടുത്ത തീരുമാനമാണ് അല്ലേടാ? ഏട്ടൻ ഇപ്പൊ തന്നെ ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റാതായി. അല്ല, നളിനിയുടെ മോൻ ഇവിടെ നിന്നിരുന്നത് പോലെ നിന്നെ ഞാൻ ഇവിടെ നിർത്തി പോകേണ്ടി വരുമോ? അവന്റെ ഒരു നാണം കണ്ടോ? പാവമാണ് എന്റെ മകൻ. ചീത്ത കൂട്ടുകെട്ടുകളൊന്നുമില്ല. അവന്റെ ജോലി കഴിഞ്ഞാൽ അവൻ വീടിനകത്ത് തന്നെ ഉണ്ടാവും. അമ്മയ്ക്ക് ഉറപ്പാ, ഒരു സങ്കടവും എന്റെ കുട്ടിക്കുണ്ടാവില്ല. ஐயா സർപ്പക്കളത്തേക്ക് പോണത് അന്ത പൊണ്ണെ പാക്കറതൊക്കെ തന്നെ. അമ്മ വളയിട്ടാലും വിവാഹം ഉറപ്പിച്ചാലും കെട്ടേണ്ടത് ഞാനാ. അവളുടെ സ്വഭാവം പരിപൂർണമായി അറിയാതെ ഞാനത് ചെയ്യില്ല. എന്നെ സ്വഭാവം നിനക്ക് പെണ്ണുങ്ങളെ കുറിച്ച് അറിയില്ല. ഇവളുമാര് ചിരിച്ചുകൊണ്ട് പറ്റിക്കും, കരഞ്ഞുകൊണ്ട് കള്ളം പറയും. എന്റെ ജീവിതത്തിലേക്ക് ഒരുത്തി വരണമെങ്കിൽ അവൾ എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം. നാളെ നീ നോക്കിക്കോ, അവളുടെ തനി സ്വഭാവം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.